ചെറിയ പ്രശ്നങ്ങൾ പോലും ജീവിതത്തിൽ വരുമ്പോൾ എല്ലാം അവസാനിച്ചുവെന്ന് പരാതിപ്പെടുന്നവർക്ക് ജീവിതത്തോട് പൊരുതുന്ന കീരമ്പാറ സ്വദേശി തോമസ് മാത്യുവിൻ്റെ ജീവിതം പ്രചോദനമാണ്. 4-ാം വയസ്സിൽ പോളിയോ വന്ന് അരയ്ക്ക് താഴെ തളർന്നുപോയെങ്കിലും കൈക്കരുത്തിൽ ജീവിതം കരുപിടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഈ ചെറുപ്പക്കാരൻ. മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്ന കലാകാരനും നല്ലൊരു കർഷകനുമാണ് തോമസ്. എന്നാൽ കുടുംബത്തിന്റെ ഉപജീവനത്തിനായി ജീവിതത്തിന്റെ ഏറിയ പങ്കും വള്ളത്തിലാണ് തോമസ് ചിലവഴിക്കുന്നത്. തന്റെ മുച്ചക്ര വാഹനത്തിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും തട്ടേക്കാട് പെരിയാർ നദി തീരത്തേക്കെത്തുന്ന തോമസ് ചില ദിവസങ്ങളിൽ വള്ളം നിറയെ മീനുകളുമായാണ് മടങ്ങുന്നത്. ഒന്നും കിട്ടാത്ത ദിവസങ്ങളുമുണ്ട്. എന്നാലും തോമസിന് നിരാശയില്ല. മുച്ചക്ര വാഹനത്തിലെത്തുന്ന തോമസ് കൈകളുടെ സഹായത്താൽ നിരങ്ങി നീങ്ങി വള്ളത്തിലേക്ക് കയറും. വള്ളം തുഴഞ്ഞ് പെരിയാറിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉടക്കുവല സ്ഥാപിക്കും. ചില സമയങ്ങളിൽ വീശുവലയും തണ്ടാടിയും ചൂണ്ടയുമൊക്കെ മീൻപിടുത്തത്തിന് ഉപയോഗിക്കും. ശാരീരിക പരിമിതികളെ വെല്ലുവിളികളായാണ് കാണുന്നതെന്നും എന്തു ജോലി ചെയ്യാനും തയ്യാറാണെന്നും തോമസ് പറഞ്ഞു. ശാരീരികമായിട്ട് വൈകിട്ടുണ്ടായിട്ട് ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഓരോ വെല്ലുവിളികളാണ്. നമ്മൾ ധൈര്യം സംഭരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്യാവശ്യം പിന്നെ പണിയുന്നില്ല. അത്യാവശ്യം ജീവിതത്തിൽ എല്ലാത്തര പണികളും നിലവിൽ ചെയ്തിട്ടുണ്ട്. എന്ത് പണിയും ചെയ്യാൻ നിലവിൽ തയ്യാറാണ്. ഇപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നിലവിൽ ചെയ്യുന്ന ഒരു പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവില് മീൻപിടുത്തമാണ്. എല്ലാം തരണം ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന തോമസ് മാത്യു ചെറുപ്പക്കാർക്കൊരു മാതൃകയാണെന്ന് പൊതുപ്രവർത്തകനായ രാജു പറഞ്ഞു. നമുക്കൊരു സാധാരണ ആരോഗ്യമുള്ള പൂർണ്ണ ആരോഗ്യമുള്ള നല്ല ചെറുപ്പക്കാർക്ക് സാധിക്കാത്തൊരു കാര്യമാണ് എന്താ വെച്ചാൽ നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോകുന്ന ചെറുപ്പക്കാർക്ക് ഒരു മാതൃകയാണ്. കാരണം ആ ചെറുപ്പക്കാരെ ഇവിടെയുള്ള ഈ പരിമിതമായ ഈ അംഗവൈകല്യമുള്ള അദ്ദേഹം ഇതുപോലെ അധ്വാനിക്കാൻ താല്പര്യം കാണിക്കുന്ന നമുക്കൊരു മാതൃകയാണ്. പെരിയാറിന്റെ തീരത്ത് പരിമിതികളോട് പടപൊരുതുന്ന മാത്യു ആത്മവിശ്വാസത്തിന്റെ പകരം വെക്കാനില്ലാത്ത മാതൃകയാണ്. ന്യൂസ് മലയാളം, കൊച്ചി.